എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഞാനൊരു ചെറിയ തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്, അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ചില ആളുകൾക്ക് ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും വെച്ചത് വിഗാണ് എന്നുള്ളൊരു എന്താ പറയുക ഒരു തോന്നലുണ്ട്. അത് ആക്ച്വലി എനിക്ക് ഇതിനെപ്പറ്റി അറിയണോണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എനിക്ക് അവർ രണ്ടുപേരെയും എസ്പെഷ്യലി മമ്മൂക്കേൻ്റെ കാര്യം എനിക്ക് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് എനിക്ക് അറിയാനുള്ള സോഴ്സ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ മമ്മൂക്കേൻ്റെ ഒപ്പം ബിസിനസ് ചെയ്യുന്നത് ആള് എൻ്റെ സുഹൃത്താണ്. ആള് കുറ്റിപ്പുറമുള്ള ഒരാളാണ്. ആൾക്ക് നല്ല കണക്ഷൻ പുള്ളിനായിട്ടുണ്ട്. മമ്മൂക്കേനായിട്ട് ഒരു ഫിലിം മീൻസ് പ്രൊഡ്യൂസും ചെയ്തിട്ടുണ്ട് പുള്ളി. അപ്പോൾ ആ വഴിയാണ് ഞാൻ അറിഞ്ഞത്. ലാലേട്ടൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് അറിയണത്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സംഭവം എന്ന് വെച്ചാൽ അവർ വെച്ചിരിക്കുന്നത് ആക്ച്വലി വിഗല്ല. അത് യൂഷ്വലി അതൊരു ഹെയർ പാച്ച് എന്നാണ് അതിന് പറയുമെങ്കിലും അതൊരു വിഗല്ല, നോർമൽ ഹെയർ പാച്ച് അല്ല. അത് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന മെത്തേഡ് വഴി നമുക്ക് ഗ്രോത്ത് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പാച്ചാണ്. അബ്രോഡിലൊക്കെയാണ് ഉള്ളത്. അതായത് പഞ്ച് ബയോപ്സി എന്ന് പറയുന്ന മെത്തേഡ് വഴി നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് ഒരു ചെറിയ പീസ് ഓഫ് ടിഷ്യൂ എടുക്കും. അത് എന്നിട്ട് ലാബിൽ അവർ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഒരു സെൽ മീഡിയത്തിൽ ഇട്ട് വെക്കും. അതായത് ഒരു സൊല്യൂഷൻ, ഒരു ന്യൂട്രിയൻസ് ഉള്ള ഒരു സൊല്യൂഷനിൽ ഇട്ട് വെക്കും. അങ്ങനെ അതിനെ ഡെയിലി അതിലോട്ട് നമ്മൾ പ്രോട്ടീൻസും ന്യൂട്രിയൻസും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കും. ഇഞ്ചക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും ടിഷ്യൂലോട്ട്. അങ്ങനെ ഓൾമോസ്റ്റ് 3 to 4 months ആകുമ്പോൾ ഈ ഒരു നമ്മൾ കൊടുത്ത ഈ ഒരു പീസ് വലുതായിട്ടുണ്ടാവും. ആ പീസിൽ നിറയെ നല്ല രീതിയിൽ എന്താ പറയുക, നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു ലെവലിലോട്ട് വലുതായിട്ടുണ്ടാവും. ആ ഒരു പീസ് അത് യൂഷ്വലി ഏത് രീതിയിലാണോ നമുക്ക് വേണ്ടത് ഹെയർ, ആ രീതിയിൽ കട്ട് ചെയ്തിട്ട് മൈക്രോ നീഡ്ലിംഗ് അല്ല, മൈക്രോ സൂച്ചറിങ്, അതായത് അബ്സോർബിൾ സൂച്ചർ തന്നെയാണ്. അത് ചെറിയ രീതിയിൽ സൂച്ചർ ചെയ്തിട്ട് ആണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് ഊരിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം പാച്ച് എന്ന് പറയാമെങ്കിലും അതൊരു ടിഷ്യൂ കൾച്ചർ ചെയ്ത ഒരു സംഭവമാണ്. അത് ആക്ച്വലി ഊരി വെക്കേണ്ട കാര്യമില്ല, ഊരി വെക്കാൻ പറ്റില്ല. അത് ജസ്റ്റ് ഫിറ്റഡ് ആണ് അവിടെ. വേണമെങ്കിൽ അത് ഊരി വെക്കുകയും ചെയ്യാം. അത് ഒരു ടെക്നിക്ക് ഉണ്ട് അതിന്. പക്ഷേ അത് യൂഷ്വൽ എല്ലാവരും ചെയ്യുന്ന രീതിയിലുള്ള സംഭവമല്ല. ഇനി ഇതും കേട്ടിട്ട് എല്ലാവരും കൂടി ടിഷ്യൂ കൾച്ചർ ചെയ്യാമെന്ന് വിചാരിച്ച് തലയും കൊണ്ട് ഓടണ്ട. കാരണം അതിന് ഏകദേശം 2 to 3 crore rupees വരും. 2 to 3 കോടി റുപ്യൻ്റെ ചിലവുള്ള സംഭവമാണിത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ.